ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. ഇനി പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നെസ്റ്റോയിലേക്കാണ് പോണേ. അബുദാബിയിലാണെങ്കിൽ ആകെ ഒരു നെസ്റ്റോ ഉള്ളൂ കേട്ടോ. നമുക്കറിയാം ഷാർജയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒക്കെ ഒരുപാട് നെസ്റ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ ഇഷ്ടംപോലെ ഹൈപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് ഒരു റേറ്റ് കുറവിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. പക്ഷെ നമുക്കിവിടെ അബുദാബിയിലാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ നെസ്റ്റോ തന്നെയുള്ളത് അബുദാബിയിൽ ഒരെണ്ണേ ഉള്ളൂ. ഇനി അതാണെങ്കിൽ തന്നെ മുസഫയിലാണ്. അപ്പോൾ നമുക്ക് സിറ്റിയിൽ നിന്ന് മുസഫ് വരെ വേണം നെസ്റ്റോയിലേക്ക് പോകാനായിട്ട്. നമ്മളിവിടെ നെസ്റ്റോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഇതൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ അവിടെ എങ്ങനെയുണ്ടെന്നൊക്കെ അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. നമ്മൾ മറ്റുള്ള ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളവിടെ ചെന്നപ്പോൾ അത്ര നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നട്ടുച്ച നേരത്താണ് കേട്ടോ നമ്മൾ വന്നത്. ഒരു 11:30-12 മണി ആവുന്ന ഒരു ടൈം ആയപ്പോഴാണ് നമ്മൾ നെസ്റ്റോൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ പാർക്കിംഗ് അപ്പോഴേ ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഏത് സമയത്ത് വന്നാലും മിക്കവാറും എനിക്ക് തോന്നുന്നത് പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ചൊന്ന് കറങ്ങി തിരിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല അവിടെ പാർക്കിംഗ്. ഫസ്റ്റ് തന്നെ കണ്ണിൽ വിട്ടത് ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. കാരണം ചോക്ലേറ്റുകൾ ഇഷ്ടം പോലെ പല വെറൈറ്റി പല ഓഫറിൽ ഒരുപാട് ചോക്ലേറ്റ്സ് അവിടെ കണ്ടു. അത് നമ്മൾ സാധാരണ ഇവിടെ ലുലുലായാലും അങ്ങനെയുള്ള മറ്റ് നമ്മളിവിടെ സാധാരണ പോകുന്ന സ്ഥലങ്ങളൊന്നും കാണുന്നതിനേക്കാളും ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഒക്കെ നെസ്റ്റോയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇനി ഇവിടെ വേറെ ഷോപ്പിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഇതുവരെ കാണാത്ത ഇതുപോലെയുള്ള ഇങ്ങനെ ഈ കോൺ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഷേപ്പ് പോലെയുള്ളതിൽ ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതുപോലെയുള്ള ആ ഒരു ബോക്സൊക്കെ കാണുമ്പോൾ തന്നെ അങ്ങനെ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ്. ഇനി വേറെ സ്ഥലങ്ങളുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുന്നതിനേക്കാളും മുന്നേ ഒന്ന് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നാട്ടിൽ പോകുന്നവർ മെയിനായിട്ട് എന്തായാലും വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു സാധനമാണ് ഈ ചോക്ലേറ്റ്സ്. കാരണം വേറെ എന്ത് വാങ്ങിച്ചില്ലെങ്കിലും നമ്മൾ എന്തായാലും 1-2 ചോക്ലേറ്റെങ്കിലായിരിക്കും നമ്മൾ വീട്ടിലേക്കൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വേറെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ കൊടുക്കാനായിട്ട് ചോക്ലേറ്റ്സ് മേടിക്കുമ്പോൾ ഒന്നുകൂടെ കുറച്ച് ഓഫർ കൂടുതലായിട്ട് തോന്നി. അതായത് ഒന്നുകൂടി റേറ്റ് കുറവ് ഇവിടെ ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ അതുപോലെ പല വെറൈറ്റി ആയിട്ടും കുറച്ചും കൂടി അങ്ങനത്തെ ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ നാട്ടിൽ പോകുന്നതിനേക്കാളും മുന്നേ ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ അത്യാവശ്യം കൊണ്ടുപോകാനുള്ള ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അബുദാബിയിൽ സിറ്റിയിലും കൂടിയും ഒരു നെസ്റ്റോ വരികയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമുക്കിവിടെ ഇത്രയും ഇങ്ങോട്ട് വന്നിട്ട് വേണം ഈ നെസ്റ്റോയിലേക്ക് ഒന്ന് കയറി ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ സിറ്റിയിലുണ്ടെങ്കിൽ നമുക്കത് ഒന്നും കൂടി അടുത്തായല്ലോ. കുട്ടികൾക്കായാലും പറ്റിയ ഒരുപാട് ഇങ്ങനത്തെ വേഫേഴ്സ് അല്ലെങ്കിൽ കുഞ്ഞ് കേക്ക്, കപ്പ് കേക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഇതായി ഇങ്ങനത്തെ അങ്ങനെ പല വെറൈറ്റി ഇതുകളൊക്കെ കണ്ടു കേട്ടോ. കുട്ടികൾക്കായിരിക്കും മെയിനായിട്ട് ചോക്ലേറ്റിൻ്റെ ഏരിയയാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. ഇനി ഇവിടുത്തെ നെസ്റ്റോയിൽ അങ്ങനെ ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷൻ കണ്ടില്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഷാർജയിൽ അല്ലെങ്കിൽ ദുബായിലുള്ള നെസ്റ്റോയിലൊക്കെ ഡ്രസ്സുകളും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഇത് ശരിക്കൊരു ഇങ്ങനത്തെ നമുക്കിങ്ങനെ ഗ്രോസറി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ മാത്രം ഉള്ള ഒരു ഏരിയ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഉണ്ടോയെന്ന് അറിയില്ല. ഒട്ടുമിക്ക എല്ലാ പ്രോഡക്ട്സിനും നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. അതായത് നല്ല ഓഫറുണ്ട് എല്ലാ ഐറ്റംസിനും. ഇത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നതും നാട്ടിൽ പോകുന്നതിനേക്കാളും മുന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അല്ല, കുറച്ച് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇതിട്ടെന്ന് മാത്രം. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡെയിലി യൂസിന് നമ്മൾ വാങ്ങിക്കുന്ന പാല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഭാഗത്തൊക്കെ പോയി നോക്കി. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് നോക്കിയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുറേ ഓപ്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പല ബ്രാൻഡുകളൊക്കെ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ബ്രാൻഡും അല്ലാതായാലും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസ് നമുക്ക് അങ്ങനത്തെ വാങ്ങിക്കാനില്ലായിരുന്നു. പാലും തൈര് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളുടെ ഇങ്ങനത്തെ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയാലും പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പഴംപൊരി അതുപോലെയുള്ള കാര്യങ്ങളും പിന്നെ ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള ഇതുകളൊക്കെ കുറേയൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഫുഡിൻ്റെ ആ ഒരു സെക്ഷൻ നോക്കിയപ്പോഴും നമ്മളുടെ അതായത് ഇന്ത്യൻസിൻ്റെ ഫുഡ് ഐറ്റംസ് ആണ് അവിടെ കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നിയത്. പക്ഷെ നമ്മളിവിടെ സിറ്റിയിലാണെങ്കിൽ ഇതറിയാലോ, നമ്മളുടെ ഫുഡ് ഐറ്റംസ് മാത്രമല്ല മറ്റേ ഫിലിപ്പീൻസിൻ്റെ ആയാലും അവരുടെയൊക്കെ ആയാലും കുറേ ഓപ്ഷൻസ് നമ്മുടെ ഇവിടെ കാണും. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയത് നമ്മളുടെ ഇന്ത്യൻസിൻ്റെ പ്രത്യേകിച്ച് മലയാളികൾ കഴിക്കുന്ന കുറേ ഐറ്റംസ് ഫുഡൊക്കെയാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് അവിടെ കുറച്ച് ഇഷ്ടമായി. കാരണം നമുക്കിങ്ങനെ നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കിട്ടും. അതായത് നമുക്ക് തന്നെ അവിടെ നിന്ന് ജ്യൂസ് എടുക്കാം. അവിടെ പല സൈസ് ബോട്ടിലുണ്ട്. അപ്പോൾ അതിലേത് സൈസ് ബോട്ടിലിന് അതിനനുസരിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മളവിടെ അതിൻ്റെ ആ ഒരു പൈസ നമ്മൾ അതിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജ്യൂസ് നമുക്ക് എടുത്തിട്ട്
നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഫുള്ള് ആ ഒരു ഓറഞ്ചിൻ്റെ പൾപ്പ് തന്നെയാണ് കേട്ടോ, വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യാതെ ആ ഒരു ഫ്രഷ് ജ്യൂസ് അങ്ങനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അതൊരു നല്ല കാര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് എടുക്കാമല്ലോ. അങ്ങനെ ഒരു ഓറഞ്ച് ജ്യൂസും വാങ്ങിച്ചു. പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് അവിടെ മന്തി ബിരിയാണിയും പിന്നെ നമ്മുടെ കേരള നമ്മുടെ തലശ്ശേരിയോ അങ്ങനെ ഏതോ ഒരു ബിരിയാണി കൂടി വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 2-2.5 മണിക്കൂർ നമ്മൾ അതിനുള്ളിൽ തന്നെ കറങ്ങി തിരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മളൊരു 2 മണി 2:30 കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമുക്ക് അത്യാവശ്യം ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാനുണ്ടല്ലോ, അങ്ങനെ ഒരു 3 മണിയൊക്കെ ആവാറായപ്പോഴാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് എത്തിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിൻ്റെ ഒക്കെ നല്ലോണം എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വേറെ ഇടയിൽ നിന്നൊന്നും ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. ഫുഡൊക്കെ നമ്മൾ മേടിച്ചിട്ടാണല്ലോ ഓൾറെഡി വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ വഴിക്ക് തന്നെ നമ്മൾ ആ ഫുഡൊക്കെ എടുത്തു. കഴിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സൂപ്പർ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല, പക്ഷെ അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ കുറ്റം പറയാനുമില്ല. കഴിക്കാം, നമ്മൾ ഇങ്ങനത്തെ സാധാരണ വാങ്ങിക്കുന്ന ഒരു ഫുഡിൻ്റെ അങ്ങനെയുള്ളതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ 65 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് വിശേഷം.